എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് സാരി നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞില്ലേ? ഇനി ഏട്ടന്റെ അഭിപ്രായവും ആഗ്രഹവും ഒക്കെയാ എനിക്ക് പ്രധാനം. ഹലോ, എന്തു പറ്റി? സാരിയില് എന്നെ കാണാൻ കൊള്ളില്ലേ? ശാരിക ഇപ്പൊ എത്ര സുന്ദരിയായിരിക്കുന്നു. സത്യം? താങ്ക് യു കെവിൻ ഏട്ടാ. എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലൊരു പെൺകുട്ടി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പെൺകുട്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഏയ്, അത് വെറുതെ. ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ശാരികയെ സന്തോഷിപ്പിക്കാനല്ല, എന്റെ സന്തോഷം സഹിക്കാൻ പറ്റാതെ പറയുന്നതാ. സത്യം. മാധവേട്ട, അവള് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഈശ്വര, ഇനി എന്തെങ്കിലും പറ്റിക്കാണോ അവക്ക്? നീ എന്താ രാധിക പറയുന്നേ? അവള് സ്നേഹിക്കുന്നവനെ കാണാൻ പോയതാവും. വല്ല പിടിച്ചു പറിക്കാനോ ഗുണ്ടയോ മറ്റോ ആയിരിക്കോ? അവളെ എങ്ങോട്ടെങ്കിലും പിടിച്ചോണ്ട് പോയാലോ? എന്ത് ഭ്രാന്തൊക്കെയാ നീ പറയുന്നേ? വെറുതെ കാട് കയറി ഒന്നും ചിന്തിക്കല്ലേ. ഈശ്വര, ഇവിടുന്ന് എങ്ങോട്ടാ ഒരുങ്ങി പോയിരിക്കുന്നേ? മാധവേട്ട, ഒന്ന് അന്വേഷിച്ചു പോയാലോ? എവിടേക്കെന്നും പറഞ്ഞ്? അതുമല്ല, അവളെ എന്തു പറഞ്ഞു തിരുത്താനാ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ തല്ലാനോ നിർബന്ധിക്കാനോ പറ്റില്ല. മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ. ഞാൻ ദേവിയെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട രാധികയെ, അവളുടെ സമാധാനം കൂടി കളയണോ? ചിലപ്പോ ദേവിയെ അവളെ വിളിച്ചിട്ടുണ്ടാവും. എന്താ വിവരം ഒന്ന് അറിയട്ടെ. മനുഷ്യൻ ടെൻഷൻ അടിച്ച് മരിക്കും. എന്താമ്മേ, ഷാരി വന്നോ? ഇല്ല മോളെ, ഷാരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മ എന്തിനാ അവളെ വിളിക്കാൻ പോയേ? നമ്മളെ വിഷമിച്ചിട്ടും വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല. നീ ഇതെന്താ പറയുന്നേ? അവള് പ്രായപൂർത്തിയായ ഒരു കുട്ടിയാ. ഇനി നമ്മൾ നിയന്ത്രിച്ചു നിർത്താനുള്ള അവകാശമൊന്നുമില്ല. അതുമല്ല, ശരിയും തെറ്റൊക്കെ അവക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് ശരി. അപ്പോ അവളെ അങ്ങ് വിട്ടേക്കാന്നാണോ നീ ഇങ്ങനെയാണോ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണോ അമ്മേ? ഒന്നാമത് 100 കൂട്ടം പ്രശ്നമായിട്ട് തല മരവിച്ചിരിക്കാ ഞാൻ. അതിനിടയിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ. ശരി, ഞാൻ വിളിക്കുന്നില്ല, നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, പോരെ?